എൻ്റെ പേര് ജുബിൻ ജോർജ്. എൻ്റെ സ്ഥലം കുറ്റിപ്പുഴയിലാണ്. ഞാൻ തിരുവല്ല അശോക് ബാറിൻ്റെ ഫ്രണ്ടിലാണ് കക്കയിറച്ചി വിൽക്കുന്നത്. അപ്പോൾ ഒരു സമയം ഒരു 8-8:30 ആ സമയത്താണ് ഇത് സംഭവിക്കുന്നത്. ഞങ്ങളവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരു 20 വയസ്സ് തോന്നിക്കുന്ന ഒരു തിരുവനന്തപുരം സ്വദേശിയായ ഒരു വൃദ്ധൻ, പുള്ളിയുടെ പേര് മോഹൻ ഞാൻ കണ്ടാ പറഞ്ഞത്, ശരിക്കും എനിക്കങ്ങനെ വ്യക്തമല്ല. അങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് വീഴുകയും ഞാൻ ചെന്ന് നോക്കിയപ്പോൾ തലയുടെ പുറകിൽ കൂടെ ചോര വീഴുന്ന കണ്ടു. അപ്പോൾ ഞാൻ എല്ലാവരും സഹായിക്കാനായിട്ട് എല്ലാവരോടും ചോദിക്കുകയും ചെയ്തു. അപ്പോഴാണ് അതുവഴി ടിക്കറ്റ് വിൽക്കുന്ന ലോട്ടറി കച്ചവടം ചെയ്യുന്ന ഗോപാലൻ അതുവഴി വരികയും ഗോപാലനോട് ഞാൻ പറയുകയും ചെയ്തു. അപ്പം ഗോപാലൻ പറഞ്ഞു പോലീസിൽ വിളിക്കാൻ. അപ്പോൾ ഞാൻ പോലീസിൽ വിളിച്ചപ്പോൾ പോലീസുകാർ എന്നോട് പറഞ്ഞു ഇപ്പം വണ്ടിയൊന്നുമില്ല, മുഖ്യമന്ത്രിക്ക് എസ്കോർട്ട് പോയിരിക്കുക, ജീപ്പ് ഒന്നുമില്ല, നിങ്ങളത് കാരണം ഒരു ഓട്ടോയിൽ കയറ്റി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറഞ്ഞു. ആ സമയത്ത് ഞാൻ എല്ലാം ഓട്ടോക്കാരോടും ചെന്ന് ചോദിച്ചു. അപ്പോൾ ആരും വന്ന് നോക്കി. അപ്പോൾ ഒരു ഓട്ടോക്കാരൻ വന്ന് നോക്കിയിട്ട് പറഞ്ഞു എൻ്റെ വണ്ടിയെ ഞാൻ പോലീസിനെ ഇപ്പം വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയി. പകുതി വരെ ആയപ്പോൾ പുള്ളി തിരിച്ചു വന്നിട്ട് പറഞ്ഞു എനിക്കൊന്നും ഒക്കത്തില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോയി. അപ്പോൾ അടുത്ത ഓട്ടോക്കാരൻ്റെ അടുത്ത് ചെന്നപ്പോഴും ഓട്ടോക്കാരൻ എന്നോട് പറഞ്ഞു കൊണ്ടുപോകാൻ ഒക്കത്തില്ല, പുള്ളി നല്ല വെള്ളമൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഞാൻ അപ്പം പോലീസിൽ വീണ്ടും വിളിച്ചു പറഞ്ഞു 108 വിളിക്കുക, ആംബുലൻസ് വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ 108 വിളിച്ചോടനെ അപ്പോൾ മല്ലപ്പള്ളിയിൽ നിന്ന് ഓടിയെത്താൻ ഒത്തിരി ദൂരം ആവുന്നത് കൊണ്ട് അപ്പോൾ തിരുവല്ലയിലും പത്തനംതിട്ടയിലൊന്നും ഇല്ല ആംബുലൻസ്, അത് കാരണം മല്ലപ്പള്ളിയിൽ നിന്ന് ഓടിയെത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാതെ പിന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അപ്പോൾ സാറുമാർ പറഞ്ഞു ഞങ്ങളും 108 വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ ഉടനെ തന്നെ ആശുപത്രി എങ്ങനെയും എത്തിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോലീസുകാരോട് വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഓട്ടോക്കാരൻ അവിടെ വന്നു. ഓട്ടോക്കാരനോട് ഞാൻ പറഞ്ഞു സാറൊന്ന് പറ. അപ്പം ഫോണ് കൈ കൊടുക്കാനായിട്ട് ഒരുങ്ങിയപ്പോഴത്തേക്ക് ആ ഓട്ടോക്കാരൻ വണ്ടി എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ അതുവഴി വന്ന തിരുവല്ലയിൽ ഓട്ടോ ഓടിക്കുന്ന രാജീവ് എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്. ആ സുഹൃത്ത് വരികയും അപ്പം ഞാൻ അവനോട് കാര്യം പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു വണ്ടിക്കൂലി എനിക്ക് തരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വണ്ടിക്കൂലിയോ എന്ത് വേണേലും തരാം, ആളുടെ ഒരു ജീവനല്ലേ, നമുക്ക് രക്ഷിച്ചേ തീരത്തുള്ളെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഉപേക്ഷിച്ച് പോകാനും ഒക്കുന്നില്ല. അപ്പോൾ ഞാൻ അവൻ്റെ ഓട്ടോ വിളിച്ച് നേരെ ഞാനും ഗോപാലനും ആ രാജീവ് എന്ന് പറഞ്ഞ ആളും കൂടെ എടുത്ത് ഞങ്ങൾ നേരെ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച്. അവിടെ എത്തിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ദൈവത്തിനോട് നന്ദി പറഞ്ഞാൽ മതി, നിങ്ങൾ ചെയ്ത കാര്യം ഏറ്റവും നല്ലതായിരുന്നു, കുറച്ചുകൂടെ താമസിച്ച് പോരുന്നെങ്കിൽ പുള്ളിയുടെ പുറകാണ് അടിച്ചിരുന്നത്, കുറച്ചുകൂടെ താമസിച്ച് പോവുകയാണെങ്കിൽ പുള്ളി ഒരു അപകടം വന്നേനെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം ബന്ധപ്പെട്ടവരെ ഞാൻ ആ പുള്ളിയുടെ ഫോണിൽ നിന്ന് ഞാൻ പലവട്ടം കോണ്ടാക്ട് ചെയ്തപ്പം എന്നോട് പറഞ്ഞു തിരുവനന്തപുരം സ്വദേശിയാണ്, അത് കാരണം തിരുവനന്തപുരത്തു നിന്ന് ഓടിയെത്താൻ നാളെ രാവിലെ ഒക്കത്തുള്ളെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഡോക്ടറിൻ്റെ കൊടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു 2 മണിക്കൂറിനുള്ളിൽ നിങ്ങളിവിടെ എത്തണം, ആൾക്ക് ഇത്ര സീരിയസ് ആണ്, കാര്യമൊക്കെയാണ്. അപ്പം ഡോക്ടർ പറഞ്ഞു വെള്ളമൊന്നുമല്ല, പുള്ളി എങ്ങനെയും ആശുപത്രിയിൽ എത്തിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ ഏൽപ്പിച്ച് ഞങ്ങൾ തിരിച്ചു പോരുകയും ചെയ്തു. എന്നിട്ട് ഞാൻ വീട്ടിൽ വന്ന് അവരെ വിളിച്ച് ചോദിച്ചു ചേട്ടാ നിങ്ങൾ ഇറങ്ങിയോ, എന്തെങ്കിലും സഹായം വേണം എന്നുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും ചെയ്യാൻ പറ്റിയത് തന്നെ ഏറ്റവും എനിക്കും നല്ല ഒരു അഭിമാനമുണ്ട്. എനിക്കത്രയേ ഉള്ളൂ പറയാൻ. നമുക്ക് ഇതുപോലെ നാളെ നമുക്കിതുപോലെ സംഭവിക്കാം. അപ്പം ദൈവദൂതനെ പോലെ ഏതെങ്കിലും ഒരു വ്യക്തി വന്ന് രക്ഷിക്കുമെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ.